ഹലോ കൂട്ടുകാരെ, എല്ലാ ഫംഗ്ഷനും പായസത്തിനും നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന സാധനമാണ് നമ്മുടെ ഉണക്കമുന്തിരി അല്ലേ. അപ്പോൾ ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഉണക്കമുന്തിരി തയ്യാറാക്കാനായിട്ട് ഞാൻ 2 തരം ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ച എടുത്തിട്ടുണ്ട്, കറുപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ കറുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുവില്ലാത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ മറ്റേതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. മറ്റേതാണ് സാധാരണ ഉണക്കമുന്തിരിക്ക് എടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ നല്ല വലിപ്പം കിട്ടും നമ്മുടെ ഉണക്കമുന്തിരി ഉണങ്ങി വരുമ്പോൾ. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്കറിയാമല്ലോ, നല്ല കെമിക്കൽ ചേർത്തിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഉണക്കമുന്തിരിയും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഉപ്പ് ഇത് കല്ലുപ്പിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കിയിടുക. ഇതുപോലെ തന്നെ പച്ചയും ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചയും കുരുവില്ലാത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതാണെങ്കിലും നല്ല നീളം വലിപ്പം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏത് മുന്തിരിയാണെങ്കിലും നിങ്ങൾക്ക് ഉണക്കമുന്തിരി ആകാം കേട്ടോ. അതിനകത്ത് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നല്ലതുപോലെ കഴുകിയതിന് 10 മിനിറ്റ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ 2-3 പ്രാവശ്യം ഉലച്ചെടുത്ത് കഴുകിയിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഏതാണെങ്കിലും അത് ഇതുപോലെ കഴുകിയതിന് ശേഷം നമ്മുടെ ആ നെട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. സാധാരണ ചിലർ വെള്ളത്തിലിട്ടാണ് എടുക്കുന്നത്. അതിനെക്കാട്ടിലും നല്ലത് ഇതായിരിക്കും, അതിൻ്റെ പോഷകഗുണങ്ങളൊന്നും പോകത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കുവാണ്. ആവിയിൽ വെച്ച് ഒരു പുഴുങ്ങി എടുക്കുന്ന കറക്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ മുന്തിരിയുടെയൊക്കെ ഒരു കളറ് മാറിയിട്ടുണ്ട്. പച്ചയുടെയൊക്കെ മാറി കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ മറ്റേ കറുപ്പിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും കേട്ടോ. ആ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ചായിട്ട് വരും. പക്ഷേ ഇത് ഓവറായിട്ട് നമ്മളിട്ട് വേവിക്കാൻ പാടില്ല, ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ വെള്ളമയം മാറാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിടുന്നത്. ഒരു തുണി ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് പൊക്കത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരും. ആ വെള്ളം വലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കത് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് 2 മുന്തിരിയും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ തുണിയിലിട്ട് ആ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. അപ്പോൾ അത് നമ്മളൊന്ന് തുണിയിലൊന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് വെക്കുവാണ്. ഇതിപ്പോൾ ആദ്യമേ തന്നെ ഞാൻ തുണിയോട് കൂടി തന്നെ ഒന്ന് വെക്കുവാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ആ തുണിയിൽ നിന്ന് മാറ്റി പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. അപ്പം സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മുടെ സ്റ്റീൽ പാത്രത്തിൻ്റെ ചൂടും പിന്നെ വെയിലും കൂടി അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. ഇവിടെ ഞാനൊരു 3 ദിവസം എനിക്ക് ഉണങ്ങി കിട്ടാൻ എടുത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ വെയിലാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് പായസത്തിനാണെങ്കിലും കടയിലൊന്നും ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ക്രിസ്മസിനും മുന്തിരിക്കൊക്കെ ഭയങ്കര വിലയാണ് കടയിൽ നിന്ന് മേടിക്കാൻ. അപ്പോൾ മുന്തിരി വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തേക്കുള്ളത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പം മുന്തിരി വില കുറഞ്ഞിരിക്കുന്ന സമയമല്ലേ, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കണമല്ലോ. പായസത്തിനാണെങ്കിലും നമുക്ക് ബിരിയാണിക്കാണെങ്കിലും അല്ലാതെ വെറുതെ കഴിക്കാനാണെങ്കിലും ഇത് വളരെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുതേ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബ് ചാനലാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.